എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കപ്പ് പരിപ്പെടുക്കാം. ചുമന്ന പരിപ്പാണ്. അത് പീച്ചിലിങ്ങയും ഇട്ട് നമുക്കിന്ന് പീച്ചിലിങ്ങ പരിപ്പിട്ട് കറി വെക്കാം. പരിപ്പ് കഴുകിയെടുത്തു, പീച്ചിങ്ങായി അരിഞ്ഞിട്ടു, ഒരു സബോളയുടെ പകുതി അരിഞ്ഞിട്ടു. ഇനി ഇച്ചിരി ഉപ്പും ചേർത്തു നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു മുളക് ഇട്ടു, കീറിയ മുളകാണ്. ഒരു അല്പം മഞ്ഞൾ പൊടി ഇട്ടു. നമുക്ക് കുക്കർ അടച്ച് വേവിക്കാം. ഇനി നമുക്ക് അവിടെ ഇരുന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആറര സമയത്തിന് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ പരിപ്പല്ലേ, അതുകൊണ്ടൊരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി 4 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇനി 5-6 കൊച്ചുള്ളി, ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ബാക്കി 2-3 നമുക്ക് കടുക് പൊട്ടിക്കാൻ എടുക്കാം. ഇനി തേങ്ങയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. പരിപ്പിനല്ലേ അധികം തേങ്ങയൊന്നും വേണ്ടല്ലോ, പക്ഷേ നമ്മുടെ ഉള്ളി മുളകൊക്കെ അരഞ്ഞു വരാൻ മാത്രം വേണം താനും. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം, ഇച്ചിരി മഞ്ഞളും കൂടെ ചേർത്ത്. നമ്മുടെ കറി വിസിലടിച്ചു. ഇനി നമുക്ക് തീ ഓഫാക്കി വെക്കാം. എന്നിട്ട് കാറ്റ് പോയി കഴിയുമ്പം മുളക് അരച്ചത് ചേർക്കാം. തക്കാളിക്ക് തൊലി ചെത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് പരിപ്പിനകത്ത് ചേർക്കാം. നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പും പീച്ചിലിങ്ങയും കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമ്മൾ തക്കാളിക്ക് ഇട്ട് കൊടുക്കുക. തക്കാളിക്കേക്ക് ഒത്തിരി വേവില്ലല്ലോ, അതുകൊണ്ട് അതിട്ട് കൊടുക്കുവാണ്. ഇനി ഒരല്പം കറിവേപ്പില ഇടാം. ബാക്കി കറിവേപ്പില നമുക്ക് കടുക് പൊട്ടിക്കുമ്പോൾ ഇടാം. ഇനി ഇത് അവിടെ ഇരുന്ന് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേനും അരപ്പ് ചേർക്കാം. അപ്പോൾ തക്കാളിക്ക് വെന്തു, ഞാൻ അരപ്പ് ചേർത്തു. അരപ്പങ്ങ് ഒഴിച്ച സമയത്ത് വീഡിയോ ഓണായി വന്നില്ല, അതുകൊണ്ട് കണ്ടില്ല. ഇനി നമുക്ക് ഈ പാത്രത്തിലിരിക്കുന്ന ബാക്കി അരപ്പും കൂടെ ഒന്ന് വടിച്ചൊഴിക്കാം. കടുക് പൊട്ടിക്കാൻ ഒരു പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തു. ഇനി ഒരു 2-3 ജീരകവും കൂടി ഇട്ടു. പരിപ്പിടുമ്പോൾ ഒരു ഇച്ചിരി ജീരകം ഇട്ടാലോ ഒരു ടേസ്റ്റ് നല്ലുണ്ടല്ലോ. ഇനി നമുക്ക് കടുക് പൊട്ടി ഉള്ളി അരിഞ്ഞതിടാം. കറിവേപ്പിലയും ചേർക്കാം. മൂത്ത് വരുമ്പം ഒഴിച്ചാൽ നമ്മുടെ കറി റെഡിയാവും. ഒരല്പം ഉപ്പിന് കുറവുണ്ട്. ഇനി നമുക്ക് എണ്ണ മൂപ്പിച്ചതും കൂടെ ചേർക്കാം.
ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പീച്ചിലിങ്ങ പരിപ്പിട്ടത് അല്ലെ പരിപ്പും പീച്ചിലിങ്ങയും കൂടെയുള്ള കറി റെഡിയായി. ഇനി നമുക്ക് തിളച്ച് വരുന്നുണ്ട്, നിർത്താം, തീ ഓഫാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളിതുപോലെ വെച്ച് നോക്കണം കറി, കമൻ്റ് ഇടണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ 5 മണിക്ക് വരുന്നത് വരെ ബൈ.